കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഈ നല്ല പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്റ്റീവിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും വേഗം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കട്ടെ. ഈ ചാനലിലൂടെ കടന്നു വരുന്നതായ ഓരോ സാക്ഷ്യങ്ങളും പ്രിയപ്പെട്ട ദൈവമക്കൾക്ക് അനുഗ്രഹമായി തീരുന്നതിൽ ഞാൻ കർത്താവിനെ വാഴ്ത്തുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ഇടയിൽ ജീവിതാനുഭവങ്ങളെ ഷെയർ ചെയ്യുവാൻ കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സുരേഷ് ഫ്രം ട്രിവാൻഡ്രം. കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ ദാസനെ ഈ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ജീവിതാനുഭവത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് ദൈവനിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ധന്യനാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയപ്പെട്ടവൻ്റെ അനുഭവ സാക്ഷ്യം കേൾവിക്കാർക്ക് അനുഗ്രഹപ്രദമാക്കി തീർക്കണമേ എന്ന് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങൾ അടിയങ്ങളെ വയ്ക്കട്ടെ. സൃഷ്ടിത്തെ എല്ലാം കർത്താവ് നിയന്ത്രിക്കണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, ദയതോതി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. തുടർന്നുള്ള സമയം കർത്താവിൻ്റെ ദാസനുള്ളതാണ്. മ്യൂട്ട് ഓൺ ചെയ്തിട്ട് ജീവിതാനുഭവങ്ങളെ ഷെയർ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ കർത്തൃദാസന്മാർക്കും പ്രിയ കർത്തൃദാസിമാർക്കും പ്രത്യേക കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്ന് പകൽ അറിയിക്കുന്നു. ജോയ്സ് ടിവി എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ കർത്താവിനെ ആരാധിപ്പാനും ജീവിത അനുഭവങ്ങൾ നടത്തിയ ദൈവത്തെ ഒന്നുകൂടെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുവാനും ഈ നൽകി തന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് പ്രത്യേക എൻ്റെ ദൈവത്തിന് ഞാൻ മഹത്വം കൊടുക്കുന്നു. ഈ യോഗം ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠ അഭിഷക്തൻ പാസ്റ്റർ തോമസ് ജോർജ് അവർകൾ, പ്രിയ കർത്താവിൻ്റെ ദാസി, ഇവിടെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ കർത്താവ് യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ പ്രഭാതത്തിൽ അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഒരിക്കൽ കൂടെ മഹത്വപ്പെടുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ സുരേഷ്. ഞാൻ താമസിക്കുന്ന ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് നിന്ന് ഏകദേശം ഒരു 14 കിലോമീറ്റർ ഇപ്പുറം ബാലരാമപുരം വിഴിഞ്ഞം പോർട്ടിന്റെ അടുത്തൊക്കെ ആയിട്ടാണ് ഞാൻ താമസിക്കുന്നത്. കർത്താവ് ഇത്രത്തോളം നടത്തി വരുന്നു. എൻ്റെ ജീവിത അനുഭവങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ ആമേൻ, സ്തോത്രം. ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്താൽ നന്ദി പറയാതിരിക്കാൻ കഴിയുകയില്ല. ഞാൻ എൻ്റെ വലിയമ്മച്ചി ക്രിസ്തീയ മേഖലയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് RC ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്നൊരു ഫാമിലിയാണ്. എന്നാൽ എൻ്റെ വലിയമ്മച്ചിയാണ് ആദ്യമായിട്ട് ഈ യേശുവിനെ കണ്ടെത്തി എൻ്റെ വീട്ടിനകത്ത് കർത്താവിനെ ആരാധിച്ചു തുടങ്ങിയതെങ്കിലും അവിടെ മക്കളായ എൻ്റെ മാതാവും എൻ്റെ മറ്റുള്ള പ്രിയപ്പെട്ടവരൊന്നും രക്ഷയുടെ അനുഭവത്തിൽ വന്നിട്ടില്ല എന്ന അനുഭവമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മാതാവിന് മൂത്ത മകൾ ജനിച്ച് 4 മാസം കഴിയുമ്പോൾ എൻ്റെ മൂത്ത സഹോദരി മരിച്ച ആ ദിവസം തന്നെ ഡെഡ് ബോഡി വീട്ടിൽ കിടക്കുമ്പോൾ എന്നെ പ്രസവിക്കുകയും ആ പ്രസവത്തിനോടുള്ള ബന്ധത്തിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ ഒരു ശാപമായിട്ടാണ് അന്നത്തെ കാലത്ത് എല്ലാവരും കണ്ടത്. കാരണം ഒരു കുഞ്ഞ് മരിക്കുന്നു, അതേ ദിവസം തന്നെ അടുത്തൊരു കുഞ്ഞ് വരുന്നു എന്നുള്ള ഒരു വല്ലാത്ത ഒരു പ്രശ്നത്തിന്റെ നടുവിലാണ് എൻ്റെ ജനനം. അതിനെ തുടർന്ന് എൻ്റെ പിതാവ് എൻ്റെ മാതാവുമായിട്ട് ബന്ധം വേർപെട്ട് പിതാവ് പിണങ്ങിപ്പോയി. വല്ലാത്തൊരു കുടുംബ പശ്ചാത്തലത്തിനകത്ത് വലിയ പ്രശ്നത്തിന്റെ നടുവിലൂടെയാണ് എൻ്റെ കുടുംബം നീങ്ങിയത്. അങ്ങനെ എൻ്റെ 1 വയസ്സ് പ്രായം കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരം മുഴുവനും ജീർണിച്ചഴുകിയ നിലയിലേക്ക് എൻ്റെ ശരീരം മുഴുവൻ ആകാൻ തുടങ്ങി. തല മുതൽ പാദം വരെ അഴുകിയ അനുഭവത്തിലൂടെ ഒത്തിരി ഡോക്ടേഴ്സും ഒത്തിരി അന്നത്തെ
കാലത്തുള്ള എല്ലാ ചികിത്സകളും എൻ്റെ വലിയമ്മച്ചിയും എൻ്റെ അമ്മയും എന്നെ കൊണ്ടുപോയി ഏകദേശം ഒരു 4-5 വർഷം തുടർമാനമായി ഈ ചികിത്സ തന്നെ ചെയ്തിട്ട് ഒരു ഭേദവും വരാത്ത വല്ലാത്തൊരു പ്രശ്നത്തിലൂടെയാണ് എൻ്റെ കുടുംബം കടന്നുപോയത്. ദാരിദ്ര്യമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ വളരെ പരാജയത്തിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയി. സമാധാനമില്ല, സ്വസ്ഥതയില്ല, അങ്ങനെ വല്ലാത്ത സാഹചര്യത്തിലൂടെ കടന്നുപോയി. ഒത്തിരി മന്ത്രവാദങ്ങൾ അന്നത്തെ പലരും അന്ന് പറയുന്നുണ്ട്. പറയുന്ന സകലത്തിലും എൻ്റെ മാതാവ് എന്നെ കൊണ്ടുപോവുകയും മന്ത്രവാദങ്ങൾ ചെയ്തു നോക്കി, മറ്റു നാട്ടുവൈദ്യങ്ങൾ ചെയ്തു നോക്കി. എൻ്റെ ശരീരത്തിന് ഒരു ഭേദവും വരാത്ത ഒരു അനുഭവത്തിലൂടെ എന്നെ കൊണ്ടുപോയി. ആരും എന്നെ എടുക്കുകയോ ഒരു വാഴയിലയിൽ വെട്ടിയ വാഴയിലേക്കകത്ത് എന്നെ കിടത്തി ആ അനുഭവത്തിലൂടെ കടന്നുപോയി. അന്നത്തെ കാലത്ത് ഒരു ലൈവോ സോപ്പ് കൊണ്ട് വേണം എന്നെ കുളിപ്പിക്കാൻ. എൻ്റെ ശരീരത്തിലെ പഴുപ്പും ആ ജീർണിച്ച തൊലികളെല്ലാം ഒരു വല്ലാത്ത, ആരും കണ്ടാലും ഒന്ന് അറച്ചു പോകുന്ന വിധത്തിൽ എൻ്റെ അന്നത്തെ അനുഭവത്തിലൂടെ കടന്നുപോയി. ഒടുവിൽ എന്ന ആ വാക്ക് എൻ്റെ ജീവിതത്തിനകത്ത് ഇപ്പോഴും പിടിച്ചു നിർത്തുന്ന, ഒടുവിൽ എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒടുവിൽ എൻ്റെ അമ്മയും എൻ്റെ വലിയമ്മച്ചി ഇവർ രണ്ടുപേരും ജീവനുള്ള ഒരു ദൈവത്തെ എൻ്റെ വീട്ടിനകത്ത് എൻ്റെ ആ ശരീര അനുഭവത്തിൽ ഇങ്ങനെ ആയിരിക്കുമ്പോൾ ഇനി എന്താണ്, മന്ത്രവാദം ചെയ്തു നോക്കിയിട്ട് നടന്നില്ല. പല വിധത്തിലൂടെ ഒരു സൗഖ്യം വേണമെന്ന് ആഗ്രഹിച്ചു ഓടാത്ത അമ്പലങ്ങളില്ല, ക്ഷേത്രങ്ങളില്ല, ക്രിയകളില്ല, എല്ലാം അവസാനിച്ച് ഒടുവിൽ അവർ ദൈവസന്നിധിയിൽ മുട്ടുമടക്കാൻ തുടങ്ങി. അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എൻ്റെ വലിയമ്മച്ചിയുടെ സഹോദരി ഒരു പ്രാർത്ഥന, അന്നത്തെ കാലത്ത് ഒരു വീട്ടിലൊരു പ്രാർത്ഥന ക്രമീകരിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. എന്നെ എടുത്തുകൊണ്ട് ആ പ്രാർത്ഥനാ കൂട്ടത്തിനകത്ത് കൊണ്ടുപോയി അവിടെ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ അമ്മ അന്ന് സറണ്ടർ ചെയ്തു ദൈവസന്നിധിയിൽ. ശാപം പിടിച്ച എന്നെ നാട്ടുകാർ പറഞ്ഞു ശാപമാണ്. അതോടുകൂടെ ഭാര്യ ഭർത്താവ്, എൻ്റെ അപ്പനും അമ്മയും ബന്ധം വേർപിരിഞ്ഞു. സാമ്പത്തികമായിട്ട് വളരെ പ്രയാസം അനുഭവിക്കുന്നു. ഉള്ളതെല്ലാം വിറ്റ് എന്നെ സൗഖ്യം വരുത്താൻ വേണ്ടി ഉള്ളതെല്ലാം വിറ്റ് അങ്ങനെ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയി. ലാസ്റ്റ് ഒന്നുമില്ലാതെ ബിഗ് സീറോയുടെ മുൻപിൽ എൻ്റെ മാതാവും എൻ്റെ വലിയമ്മച്ചിയും ആ പ്രാർത്ഥന കൂടാരത്തിൽ കൊണ്ടുപോയി എന്നെ കിടത്തി. അവിടെ അവർ സഭ മുഴുവനും പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥന ദിവസങ്ങൾ കടന്നുപോയി. പ്രാർത്ഥിച്ച വെള്ളവും പ്രാർത്ഥിച്ച എണ്ണയും എൻ്റെ ശരീരത്തിൽ പുരട്ടാൻ തുടങ്ങി. ദിവസങ്ങൾ കഴിയുന്നതിനനുസരിച്ച് എൻ്റെ ശരീരത്തിനകത്ത് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അത് ദേശക്കാരും കുടുംബക്കാരും ചാർച്ചക്കാർക്കെല്ലാം വലിയൊരു അതിശയകരമായി മാറി. അങ്ങനെ എൻ്റെ വീട്ടിനകത്ത് സന്തോഷമില്ലാത്ത, സമാധാനമില്ലാത്ത, സ്വസ്ഥതയില്ലാത്ത ആ സാഹചര്യത്തിനകത്ത് തമ്പുരാൻ അത് വഴിമാറ്റാൻ തുടങ്ങി. വഴിമാറി, ആ സാഹചര്യങ്ങളെല്ലാം വഴിമാറി. ഒറ്റ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവത്തിന്റെ വിടുതൽ എൻ്റെ ശരീരത്തിനകത്ത് ദൈവം ചെയ്യുവാനിടയായി തീർന്നു. ആ അനുഭവം നാട്ടുകാർ കാണാൻ തുടങ്ങി. എൻ്റെ അമ്മ ഒന്നുകൂടെ ദൈവത്തിൽ വിശ്വസിക്കാൻ തുടങ്ങി. ഞങ്ങൾ കുടുംബമായിട്ട് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാൻ തുടങ്ങി. എനിക്ക് പ്രായം ഏകദേശം 6-7 വയസ്സ് കഴിഞ്ഞു. അന്ന് എൻ്റെ ശരീരം മുഴുവനും ആ അഴുകിയ അനുഭവത്തിൽ നിന്നെല്ലാം സൗഖ്യം പ്രാപിച്ചപ്പോൾ എൻ്റെ അമ്മ എൻ്റെ വലിയമ്മച്ചിയുമായി ദൈവസന്നിധിയിൽ കൊണ്ടുനിന്ന് ഒരു തീരുമാനമെടുത്തു. ഇവൻ ദൈവത്തിന് വേണ്ടുന്നവൻ, ദൈവവേലയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു എന്ന ഒറ്റ മകനായി എന്നെ എൻ്റെ അമ്മ കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കാൻ തുടങ്ങി. ശമൂവേൽ പ്രവാചകനെ ഹന്ന എന്ന കർത്തൃദാസി ആലയത്തിന് ഏലി പുരോഹിതന്റെ കയ്യിൽ കൊടുത്തു എന്നുള്ള ആ ഭാഗം ഓർക്കുമ്പോൾ എൻ്റെ മാതാവ് ദൈവകരങ്ങൾ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ജീവിത അനുഭവത്തിനകത്ത് എൻ്റെ ഏകദേശം ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ കർത്താവിനെ രക്ഷിതാവായി എൻ്റെ ഉള്ളത്തിൽ ഞാൻ കൈക്കൊണ്ട് രക്ഷാനിർണയം പ്രാപിച്ച് പരസ്യമായി കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിച്ച് സ്നാനമേൽക്കുവാൻ എൻ്റെ 8ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ ദൈവത്തെ ഞാൻ രക്ഷിതാവായി സ്വീകരിച്ച് ഈ ദൈവത്തിന് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിച്ചു.
അങ്ങനെ ആ അനുഭവത്തിനകത്ത്, വീട്ടിനകത്ത് വലിയ ദാരിദ്ര്യമാണെങ്കിലും വലിയ പ്രയാസമാണെങ്കിലും ആത്മീക സന്തോഷം അവരനുഭവിക്കാൻ തുടങ്ങി. എന്റെ പഠനാനന്തരം ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ആമൻ. എന്റെ പഠനത്തോടുള്ള ബന്ധത്തിൽ ദൈവ സ്നേഹത്തിൽ നിന്ന് ഞാൻ അകലാൻ തുടങ്ങി. ആമേൻ. കുഞ്ഞുനാളിൽ എപ്പോഴും എന്റെ വലിയമ്മച്ചി അമ്മയും പറയും, നീ അങ്ങനെ പോകരുത്, നിന്നെ രക്ഷിച്ച് വീണ്ടെടുത്ത ഒരു ദൈവം നിനക്കുണ്ട്, നീ ദൈവത്തിന് വേണ്ടി ഉള്ളവനാണ്, നീ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടവനാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പിന്നെ പിന്നെ എന്റെ ഈ ലോക ജീവിതത്തിലേക്ക് എന്റെ ഹൃദയം ചായാൻ തുടങ്ങി. എന്നെ വിടുവിച്ച ദൈവത്തിൽ നിന്ന് പതിയെ പതിയെ ഞാൻ വഴുതി മാറാൻ തുടങ്ങി. അങ്ങനെ പത്താം ക്ലാസ്സിൽ പഠിച്ച് 10ാം ക്ലാസ് പഠനം കഴിഞ്ഞു. വിവിധ കേസുകളിൽ, അടിക്കേസുകൾ, എന്റെ സുഹൃത്തുക്കളെല്ലാം സാമ്പത്തികമായിട്ടൊക്കെ ഉള്ള കൂട്ടുകാരാണ് അന്നത്തെ കാലത്ത്. അവരെല്ലാം ഒരുമിച്ച് നിന്ന് അടികളും അടിത്തല്ലുകളും അങ്ങനെയുള്ള കേസുകളിലൊക്കെ, പാർട്ടി കേസുകൾ അങ്ങനെയൊക്കെയുള്ള അനുഭവത്തിലൂടെ കടന്നുപോയി. അങ്ങനെ ഒടുവിൽ എന്റെ മാതാവും എന്റെ വലിയമ്മച്ചി ഞാൻ കിടന്നുറങ്ങുമ്പോൾ എന്റെ കട്ടിലിൽ വന്ന് അവര് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന, രാത്രികളിൽ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം എനിക്ക് ഇന്നും ഓർക്കാൻ കഴിയുന്നുണ്ട്. ആ പ്രാർത്ഥനകളാണ് എന്റെ ജീവിതത്തിനകത്ത് ഇന്നും എന്നെ അനുഗ്രഹമായി നടത്തുന്നത്. ഓർക്കുമ്പോൾ എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല. അവരെന്നെ മുഖത്ത് നോക്കി പറയുകയില്ല. ഞാൻ കിടന്നുറങ്ങുമ്പോൾ രാത്രികളിൽ ആമേൻ അവരിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, ആമേൻ, എന്നെ കേൾക്കുന്നവരോട് പറയാം, ശ്രോതാക്കളോട് പറയാം, മാതാപിതാക്കൾ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒരിക്കലും നഷ്ടമല്ല. അതിന് പ്രതിഫലം തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ആമേൻ. യേശു കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചൊല്ലി കരവിൻ. തലമുറകളെ ഓർത്ത് കരയുന്ന കണ്ണുനീരിന് ഇന്നല്ലെങ്കിൽ നാളെ മറുപടി തരുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് ഈ പ്രഭാതത്തിൽ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ എന്റെ സാക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ദൈവജനത്തോടായി കൈമാറാം. തലമുറകൾക്ക് വേണ്ടി കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവം മറുപടി തരികയും അതിന് മറുപടി തരുന്ന, പ്രതിഫലം തരുന്ന ഒരു ദൈവമാണ്. അങ്ങനെ എന്റെ മാതാവും എന്റെ വലിയമ്മച്ചിയും എന്റെ വീട്ടിനകത്ത് രാത്രി കാലങ്ങളിൽ പ്രാർത്ഥിക്കാറുണ്ട്. എന്നെ ഒന്ന് ദൈവം തൊടണം, എന്നെ ഒന്ന് തൊടണം എന്നുള്ളൊരു പ്രാർത്ഥനയാണ് അവരുടെ പ്രാർത്ഥന. അങ്ങനെ എന്റെ +1 +2 പഠനം കഴിഞ്ഞ് ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ അടുത്തിനി എന്ത് ചെയ്യണമെന്നുള്ള ഒരു സാഹചര്യം എന്റെ വീട്ടിൽ, എന്റെ അമ്മയ്ക്ക്, എന്റെ വലിയമ്മച്ചിക്ക് എന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത നിലയില് എന്റെ സഭയിലെ പാസ്റ്ററെ പോലും ഞാൻ ആമേൻ സ്തോത്ര സഭയിൽ പോലും പോകാത്ത ഒരു അന്തരീക്ഷമായി. ഞാൻ വല്ലാത്ത ഈ ലോക ജീവിതത്തിലേക്ക് എന്റെ മനസ്സ് ചാഞ്ഞു. അങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ +2 പഠനത്തോടുള്ള ബന്ധത്തിൽ എന്നെ എന്റെ നാട്ടിൽ നിന്ന്, ട്രിവാൻഡ്രത്ത് നിന്ന് എന്റെ മാതാവിന്റെ സഹോദരി കുടുംബമായി ഗുജറാത്തിൽ കർത്താവിന്റെ വേലയുടെ ബന്ധത്തിലാണ് അവിടെ ആയിരിക്കുന്നത്. അങ്ങനെ എന്നെ അവിടെ ഒരു ജോലിക്കായിട്ടാണ് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. പക്ഷെ അവരുടെ പ്ലാനിങ് ഇവിടെ നിന്ന് ഒരു മാറ്റി ഒരു ആത്മീയ അന്തരീക്ഷത്തിനകത്ത് പോയാൽ അവരൊരു മാറ്റം ഉണ്ടാകും എന്നുള്ള അവരുടെ പ്ലാനിങ് കൊണ്ട് ഞാനിത് അറിയുന്നില്ല. എന്നെ +2 പഠനത്തോടുള്ള ബന്ധത്തിൽ എക്സാം കഴിഞ്ഞു, ജയിച്ചു. നേരെ എന്നെ ഒരു ജോലിക്കായിട്ട് ഗുജറാത്തിലേക്ക് എന്നെ കൊണ്ടുപോവുകയാണ്. ഞാൻ അവിടെ കൊണ്ട് പെട്ടെന്നൊരു മാറ്റം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്റെ നാട്, എന്റെ കൂട്ടുകാര്, എന്റെ സുഹൃത്തുക്കൾ ഒത്തിരി അനവധി പേരുണ്ട്. അവരിൽ നിന്നെല്ലാം ഒരു മാറ്റം ഞാൻ അവിടെ എന്നെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി തികച്ചും ഒരു പ്രാർത്ഥന അന്തരീക്ഷം. CRP ക്യാമ്പിനകത്ത്, ഗുജറാത്ത് CRP ക്യാമ്പിനകത്തുള്ള ചർച്ചിനകത്ത് ഞാൻ ഏറ്റവും പുറകിൽ ചെന്നിരിക്കുന്ന അനുഭവത്തിൽ ആ സകല ഭാഷക്കാരും, ഹിന്ദിയിലും ഗുജറാത്തിയിലും സകല ഭാഷക്കാരും ഇരുന്ന് ആരാധിക്കുന്നു. എനിക്ക് അതിനോടൊന്നും വലിയ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സാഹചര്യം. പക്ഷെ എന്റെ ജീവിത അനുഭവം, ഞാൻ രക്ഷിക്കപ്പെട്ടത് കൊണ്ടും ഞാൻ ദൈവസന്നിധി സ്നാനപ്പെട്ടത് കൊണ്ടും ആരാധന എന്തെന്നും പ്രാർത്ഥന എന്തെന്നും എനിക്ക് അറിയാം. പക്ഷെ എങ്കിലും ഞാൻ അതൊന്നും എൻ്റെ മൈൻഡിൽ ഉൾക്കൊള്ളാൻ കഴിയാതെ ഒരു ജഡീക, ബൈബിൾ പറയുന്ന ഒരു ജഡീക സ്വഭാവത്തിന് അടിമയായി ഏറ്റവും പുറകിൽ, ആ ആലയത്തിന്റെ ഏറ്റവും പുറകിൽ ചെന്ന് മിണ്ടാതെ ഇരിക്കും. പക്ഷേ അന്നുള്ള ആരാധന, ആ സഭയ്ക്കകത്തുള്ള ആരാധന എന്റെ ജീവിതത്തെ വലിയ ഒരു സ്പർശിക്കാൻ തുടങ്ങി. ആരും സ്തോത്രം എന്നോട് ഒന്നും പറഞ്ഞില്ല എങ്കിൽ പോലും അവിടെ പറയുന്ന വചനവും അവിടെ പറയുന്ന ആരാധനകളും എന്റെ ജീവിതത്തെ പതിയെ പതിയെ
ആമൻ തൊടാൻ തുടങ്ങി. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് CRP ക്യാമ്പിനകത്ത് ഒരു ജോലി അവര് കർത്തദാസൻ, അവിടുത്തെ ശുശ്രൂഷിക്കുന്ന കർത്തദാസൻ തരപ്പെടുത്തുകയും ഒരു ഓപ്പൺ സെലക്ഷനിൽ എന്നെ അവിടെ സെലക്ട് ചെയ്യുവാനൊക്കെയുള്ള സാഹചര്യങ്ങൾ ഒരുക്കി. അങ്ങനെ എന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം വെരിഫിക്കേഷൻ കഴിഞ്ഞു. CRPക്കകത്ത് ഒരു ജോലി എനിക്ക് ആ സഭയ്ക്കകത്ത് വരുന്ന ഉദ്യോഗസ്ഥർ ശുപാർശ ചെയ്ത് ഒരു ജോലിക്ക് വേണ്ടി എല്ലാ ക്രമീകരണങ്ങളും ഓക്കെയായി. തലേ ദിവസം ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടി എന്നെ കൊണ്ടുപോകാൻ നേരം പെട്ടെന്ന് എൻ്റെ ശരീരത്തിന് ഒരു തളർച്ച ഉണ്ടാകുകയും എൻ്റെ സ്കിൻ മുഴുവനും ഇളകുന്നതുമായിട്ട് പെട്ടെന്നൊരു അനുഭവം പെട്ടു. എന്നെ കഴുത്തിന്റെ ഈ ഭാഗത്തായിട്ട് സ്കിന്നുകൾ പെട്ടെന്ന് ഇളകുന്ന ഒരു അനുഭവം. പെട്ടെന്ന് അവിടുത്തെ CRP ഹോസ്പിറ്റലിനകത്ത് കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്തു. വേറെ പ്രശ്നമൊന്നുമില്ല. പിറ്റേ ദിവസം ബോഡി ചെക്കപ്പിനായിട്ട് ഫിസിക്കൽ ടെസ്റ്റിനായിട്ട് കൊണ്ടുപോകുമ്പോൾ അപ്പോഴും എൻ്റെ ശരീരം മുഴുവനും തളർന്നു പോകുന്ന ഒരു അനുഭവം. അങ്ങനെ ഞാൻ ദൈവസേനയിൽ അന്നേരം അവിടുത്തെ പാസ്റ്റർ, എൻ്റെ മാതാവിന്റെ സഹോദരന്റെ ഭർത്താവ് ദൈവസേനയിൽ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്താണ് ഇതിന് കാരണം? ഞാൻ എന്നോട് വന്ന് പറഞ്ഞു, ഒന്ന് ഇരുന്നൊന്ന് പ്രാർത്ഥിക്കുക, എന്താണ് ഇതിന്റെ കാരണം ഒന്ന് കണ്ടെത്തണം. ഞാൻ ദൈവസേനയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിനകത്ത് ആദ്യമായി ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്ന ഒരു വാക്ക്, നീ ദൈവത്തിന് വേണ്ടിയവനാണ് എന്നൊരു പദം എൻ്റെ ചെവിക്കകത്ത് കേൾക്കാനിടയായി തീർന്നു. സാഹചര്യങ്ങൾ, ജോലിക്കുള്ള എല്ലാ സാഹചര്യങ്ങളും ഒക്കെയാണ്. പക്ഷേ അന്ന് ആ കേട്ട ദൈവ ശബ്ദത്തിന്റെ മുൻപിൽ ഞാൻ അന്ന് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടാൻ തുടങ്ങി. അന്ന് ദൈവത്തോട്, ആ സഭയോട് ഞാൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. വേല എന്തെന്നോ സുവിശേഷം എന്തെന്നോ കർത്താവിനെ കുറിച്ച് അധികം ഒന്നും അറിഞ്ഞിട്ടില്ല. അതിന്റെ അനുഭവത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തോട് പറഞ്ഞു, എനിക്ക് കർത്താവിന്റെ വേല ചെയ്യുവണം. അപ്പോ ആ സാഹചര്യങ്ങളെല്ലാം, ജോലിയുടെ എല്ലാ സാഹചര്യങ്ങളും ഒക്കെയാണ്. പക്ഷെ അതിന്റെ നടുവിൽ ദൈവസനയിൽ കേട്ട ദൈവ ശബ്ദത്തിന്റെ മുൻപിൽ ഒരു വാക്യം കൂടെ ദൈവാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി. യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിന് ഒരു വാക്യമുണ്ട്, ഞാൻ നിന്റെ പിന്മാറ്റത്തെ ചികിത്സിച്ച് ഭേദമാക്കും, ഞാൻ നിന്നെ ഔദാര്യമായി സ്നേഹിക്കും. ഈ രണ്ട് വാക്ക് ഒരു സ്ക്രീനിൽ വെളിപ്പെട്ടതുപോലെ ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ജീവിതത്തിൽ ആദ്യമായി ദൈവത്തിന്റെ ശബ്ദവും ഒരു വാക്യവും ദൈവാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി. അന്ന് എനിക്കറിയില്ല ഇത് വാക്യം എവിടെയാണെന്ന്. ഞാൻ ആ വാക്യം എൻ്റെ ഹൃദയത്തിനകത്ത് ഏത് ഉറക്കത്തില് വിളിച്ചു ചോദിച്ചാൽ ആ വാക്യം എനിക്ക് ഇന്നും മനഃപ്പാഠമാണ്. ഞാൻ നിന്റെ പിന്മാറ്റത്തെ ചികിത്സിച്ച് ഭേദമാക്കും, ഞാൻ നിന്നെ ഔദാര്യമായി സ്നേഹിക്കും. ഈ ഒരു പദം എന്നെ വല്ലാതെ ഭാരപ്പെടുത്തി. ചിന്തിച്ചു. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ദിവസം, ഒരു സൺഡേ, ഞാൻ ദൈവസന്നിധിയിൽ അവിടെ സഭയിൽ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ ആ സാക്ഷിക്ക്, ഞാൻ ഇന്നുവരെയും പോയിട്ട് ഏകദേശം 6 മാസമായി, ഞാൻ ഇന്നുവരെ സാക്ഷിക്ക് എഴുന്നേറ്റിട്ടില്ല. ഞാൻ എഴുന്നേറ്റ് നിന്ന് സകല ഭാഷക്കാരും അവിടെ ഇരിപ്പിൽ ഇരിക്കുമ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ കരയാൻ തുടങ്ങി. ഞാൻ കരഞ്ഞിട്ട് അവിടെ അങ്ങ് ഇരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലൊരു ആഗ്രഹം ഇങ്ങനെയാണ്, എനിക്ക് പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകണം. ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. അന്ന് വേറെ ഒന്നും അറിയത്തില്ല, എനിക്ക് പരിശുദ്ധാത്മാവിനെ നൽകണം. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സഭ 21 ഡേയ്സ് ഫാസ്റ്റിംഗ് ആണ്. ലാസ്റ്റത്തെ 7 ഡേയ്സ് ഉപവാസം. എന്തെന്നറിയാത്ത ഞാൻ ആദ്യമായിട്ട് 7 ദിവസം ഉപവസിക്കുകയാണ്. ആമേൻ, സ്തോത്രം. ആരംഭമൊക്കെ വല്ലാതെ ശരീരം വല്ലാതെ അനുവദിക്കുന്നില്ല. പക്ഷെ എങ്കിലും എനിക്കൊരാഗ്രഹം, ഉപവാസം പൂർത്തീകരിക്കണം, എനിക്ക് അഭിഷേകം പ്രാപിക്കണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അന്ന് എൻ്റെ 19ാമത്തെ വയസ്സിൽ എൻ്റെ ഒറ്റ ആഗ്രഹമാണ്, എനിക്ക് അഭിഷേകം പ്രാപിക്കണം, എനിക്ക് അന്യഭാഷ പ്രാപിക്കണം. ഒറ്റ ഒരു ആഗ്രഹമേ ഉള്ളൂ. ഉപവാസത്തോടെ ദൈവസന്നിധിയിൽ ഇരിക്കാൻ തുടങ്ങി. പലരും പറയുന്നുണ്ട് കഴിക്ക്, പക്ഷേ ഞാൻ പറയുന്നു ഇല്ല, ഞാൻ കഴിക്കില്ല, ഞാൻ ഉപവസിക്കും. അങ്ങനെ 21ാമത്തെ ദിവസം ഞായറാഴ്ച രാവിലെ സഭയിൽ 2 സ്നാനമൊക്കെ കഴിഞ്ഞ് ഞാൻ ഏറ്റവും പുറകിലിരിക്കുകയാണ്. ഇരിക്കുമ്പോൾ എനിക്ക് ദൈവസന്നിധി, ഞാൻ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. അടുത്തൊക്കെ ഇരിക്കുന്നവരെല്ലാം ഹിന്ദിക്കാരാണ്. ഞാൻ മലയാളത്തിൽ ഉറച്ചു പ്രാർത്ഥിക്കും, കർത്താവേ എനിക്ക് അഭിഷേകം പ്രാപിക്കണം, എനിക്ക് ദൈവ കൃപ നിറയണം. ഒറ്റ വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാനത്തെ ഒരു പാട്ട് പാടി കർത്തദാസൻ ആഹ്വാനം ചെയ്യണം. അവസാനം ഒരു പാട്ട് പാടാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, അന്ന് 12:30 യോഗം തീരണം. ഏറ്റവും പുറകിൽ നിൽക്കുന്ന ഞാൻ
ദൈവസനയിൽ എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് ഇന്നും അത് പറയുമ്പോൾ വല്ലാതെ ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് എനിക്ക് പറയാൻ കഴിയും. അതെത്ര എങ്ങനെ പറഞ്ഞ് അവതരിപ്പിക്കണമെന്നറിയില്ല. സ്തോത്രം. ഒരു ആത്മാവിന്റെ ഒരു ദൈവിക നിയോഗം എന്ന് വേണമെങ്കിൽ പറയാം. പരിശുദ്ധാത്മാവ് എന്നെ ഒന്ന് പൊതിഞ്ഞതുപോലെ എനിക്കൊരു ആദ്യ അനുഭവം, ദൈവാത്മാവ് എന്നെ വന്നങ്ങ് പൊതിഞ്ഞതുപോലെ ഒരു ഫീലിങ്. അന്ന് ഞാൻ കണ്ണു തുറക്കുമ്പോൾ സ്തോത്രം 12:30 യോഗം യോഗം തീർന്നത് 3:30 മണിക്ക് യോഗം തീർന്നു. സ്തോത്രം. ഇന്നാണെങ്കിൽ കമ്മിറ്റിക്കാര് വിലക്കിയേനെ. പക്ഷെ അന്ന് കമ്മിറ്റി എന്നും ശക്തിപ്പെടാത്ത ഒരു കാലം, പരിശുദ്ധാത്മാവിന് വില കൊടുത്തുകൊണ്ടിരുന്ന ഒരു കാലം, സഭയ്ക്കകത്ത് ദൈവാത്മാവിന് വില കൊടുത്തുകൊണ്ടിരുന്ന ഒരു കാലത്ത് 12:30 യോഗം തീരേണ്ടത് ആത്മാവിന് വിധേയപ്പെട്ടപ്പോൾ സ്തോത്രം, പരിശുദ്ധാത്മാവ് യോഗം നീട്ടിക്കൊണ്ടുപോയി 3:30 മണിക്ക് യോഗമാസ്വാദം പറയാനിടയായി. ഞാൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ ഞാൻ ആ സഭയ്ക്കകത്ത് വിശ്വാസികൾ എനിക്ക് ചുറ്റും, ഞാൻ അവരുടെ നടുക്കും ആത്മനിയോഗത്തോടെ നൃത്തം ചെയ്തൊരു ആരാധന എനിക്ക് ഇന്നും അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. എൻ്റെ കൈയുടെ വരകളെല്ലാം പൊട്ടി, ബ്ലഡ് എല്ലാം എൻ്റെ ശരീരത്തിൽ, എൻ്റെ ഷർട്ടിലൊക്കെ ആയി. അങ്ങനെ ഇരിക്കുന്ന ഒരു അനുഭവമാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചത്. അന്ന് എൻ്റെ 19ാമത്തെ വയസ്സിൽ കർത്താവിനെ അഭിഷേകത്തോടുകൂടി ആരാധിക്കാനിടയായി തീർന്നു. ഒരിക്കൽ കൂടെ എന്റെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കുക, പരിശുദ്ധാത്മാവ് നമ്മെ നിറയ്ക്കാനിടയായാൽ, നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനിടയായാൽ, നമ്മുടെ പ്രാർത്ഥന പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച്, ദൈവവചനം പറയുന്നു, ആമേൻ, പരിശുദ്ധാത്മാവിനാലല്ലോ ദൈവം നമ്മെ വീണ്ടെടുപ്പിൻ നാളിൽ മുദ്രയിട്ടപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ പരിശുദ്ധാത്മാവാണ് നമ്മിൽ നിറയേണ്ടത്. സ്തോത്രം. ദൈവാത്മാവ് എന്നെ നിറച്ചു. ആമേൻ. ആ നിറവോടുകൂടെ സുവിശേഷ വേലയ്ക്ക് ട്രിവാൻഡ്രത്ത് കർത്താവിന്റെ വചനം പഠിക്കുവാൻ വേണ്ടി KC തോമസ് എന്ന് പറയുന്ന IPCയുടെ ഇപ്പോഴത്തെ കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരിക്കുന്ന KC തോമസ് പാസ്റ്ററെ ബൈബിൾ കോളേജിൽ വചനം പഠിക്കുവാൻ കടന്നു വന്നു. 1-ാം വർഷം നല്ലവണ്ണം പഠിക്കുകയാണ്. ദൈവവചനം പഠിച്ചു. 2-ാം വർഷം എൻ്റെ അകത്തൊരു ചിന്ത, പിശാച് ഭയങ്കരമായിട്ട് ഒരുവൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം എന്ന് കണ്ടാൽ അവനെ ഏത് വിധത്തിലെങ്കിലും അവനെ അതിൽ നിന്ന് അടർത്തിക്കൊണ്ടു പോകുക എന്നുള്ള തന്ത്രമാണ് പിശാചിന്റെ തന്ത്രം. സ്തോത്രം. അതുകൊണ്ടാ പൗലോസ് പറയുന്നത്, നിങ്ങൾ അവന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ. അവൻ ഒരുവനെ ദൈവത്തിന് പ്രയോജനപ്പെടുമെന്ന് കണ്ടാൽ ആ പ്രയോജനപ്പെടുന്നവനെ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് അവൻ മാറ്റുക എന്നുള്ള തന്ത്രമാണ് ഇന്നും പിശാച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞാൻ ഇറങ്ങിത്തിരിച്ചു. 2-ാം വർഷം എൻ്റെ അകത്തൊരു ചിന്ത കയറി, ജോലിയോട് കൂടെ കർത്താവിന്റെ വേല ചെയ്യാം. സ്തോത്രം. അത് പാവമല്ല, ജോലിയോടുകൂടെ ചെയ്യാം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2-ാമത്തെ വർഷം വീട്ടിൽ വന്നു. ബൈബിൾ കോളേജിൽ പോകണ്ട, സ്തോത്രം, മറ്റു രീതിയിൽ പഠിച്ച് വീട്ടുകാരെ, എൻ്റെ അമ്മയെ ഹെൽപ്പ് ചെയ്ത് സുവിശേഷ വേല ചെയ്യാമെന്നുള്ള ഒരു ചിന്തയില് ഞാൻ സുവിശേഷ വേല പഠനം നിർത്തി. കർത്താവിനെ സ്തോത്രം, ദൈവദാസന്മാരുടെ കൂടെ നിന്ന് കർത്താവിന്റെ വേല ചെയ്യാം എന്നുള്ള വലിയൊരു ചിന്ത എൻ്റെ അകത്ത് കയറി. അങ്ങനെ ഞാൻ വിവിധ ജോലി മാർഗങ്ങൾ തെരഞ്ഞെടുത്തു. പക്ഷെ ഒന്നിലും എനിക്ക് ശോഭിക്കാൻ കഴിയുന്നില്ല. ദൈവദാസന്മാരുടെ വീട്ടിൽ ദൈവം പറഞ്ഞയച്ച് വിടുകയാണ്. ഒരു ദിവസം കുറഞ്ഞൊരു 10 ദൈവദാസന്മാരെങ്കിലും, അന്ന് ഞാൻ ബൈബിൾ കോളേജ് പഠനം നിർത്തി അവൻ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് എന്നെ അറിയാൻ പാടില്ലാത്ത ഏകദേശം ഒരു ദിവസം 10-ലേറെ ദൈവദാസന്മാർ വീട്ടിൽ വരും. വന്ന് പറയുന്ന ഒരൊറ്റ വാക്കേ ഉള്ളൂ, നീ ദൈവസന്നിധിയിൽ കീഴടങ്ങുക, മടങ്ങി സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുക. ഒരൊറ്റ വാക്കേ ഉള്ളൂ. ഇതെല്ലാം ഞാൻ തട്ടിത്തെറിപ്പിച്ച് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് സ്തോത്രം നീങ്ങണം എന്നുള്ള പദ്ധതി ആസൂത്രണം ചെയ്ത് അങ്ങനെ പോകുമ്പോൾ സ്തോത്രം, പെന്തിക്കോസിലെ പ്രവാചകന്മാർ പ്രവചനം പറഞ്ഞിട്ട് കേൾക്കാത്തത് കൊണ്ട് CSIയിലെ ഒരു കർത്തൃദാസൻ, എന്റെ സമീപത്ത് ഒരു CSI ചർച്ചുണ്ട്. ചർച്ചിന്റെ നേരെ ഓപ്പോസിറ്റ് എന്റെ സുഹൃത്തിന്റെ വീടാ. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ആ പുരോഹിതൻ എഴുന്നേറ്റ്
ഒരൊറ്റ വാക്ക് പ്രസംഗിക്കുന്നതിന് തൊട്ടു മുൻപ് ആമേൻ, അദ്ദേഹം ഒരു തമിഴ് ആരാധന വർഷിപ്പ് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം തമിഴും കൂടെ കലർത്തിയാ പറഞ്ഞത്. இந்த ചർച്ചയ്ക്ക് മുന്നാടി ഒരു ഊഴിയക്കാരൻ ഇരിക്കുന്നത്, ആ ഊഴിയക്കാരൻ വേഗത്തിൽ കർത്താവിന്റെ പാദപീഠത്തിൽ ചെന്ന് ഇരിക്കുക എന്നൊരു പദം ഒരു ചുറ്റിക എടുത്ത് ആഞ്ഞടിക്കുന്നത് പോലെ എന്റെ ഹൃദയത്തിനകത്ത് തുളച്ചു കയറാനിടയായി. സ്തോത്രം. ആമൻ. മറ്റ് ദൈവദാസന്മാർ പറഞ്ഞിട്ട് കേൾക്കാത്തത് കൊണ്ട്, ദൈവത്തിന്റെ കരുണ തീർന്നു പോകാത്തത് കൊണ്ട് എന്നെ വീണ്ടും പരിശുദ്ധാത്മാവ് ഉണർത്താൻ തുടങ്ങി. അന്ന് രാത്രി ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ സുവിശേഷ വേലയ്ക്ക് ഞാൻ വീണ്ടും ഇറങ്ങിത്തിരിച്ചു. സ്തോത്രം. ആ സുവിശേഷ വേല പൂർത്തിയായി. കഷ്ടതയുടെ നടുവിലാണ്, പ്രശ്നങ്ങളുടെ നടുവിലാണ്. ഒത്തിരി പ്രശ്നങ്ങൾ ജീവിതത്തിനകത്ത് കടന്നു വന്നു. ഒത്തിരി പ്രതികൂലങ്ങൾ ജീവിതത്തിനകത്തൂടെ കയറി വന്നു. ആമേൻ. സ്തോത്രം. അവൻ പട്ടിണി, ആമേൻ. സ്തോത്രം. അപരാധങ്ങൾ. അവൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വേല പൂർത്തീകരിച്ചു. വീട്ടിൽ വന്നു. എന്റെ വലിയമ്മച്ചി ആദ്യമായി, ആമേൻ. സ്തോത്രം, പ്രതീക്ഷിക്കാത്ത സമയത്ത്, ദൈവത്തിന്റെ സമയത്ത് ഈ ഭൂമിയിൽ നിന്ന് നിത്യതയിലേക്ക് വിളിച്ചു ചേർത്തു. ആമേൻ. സ്തോത്രം. എന്റെ മാതാവ്, ആമേൻ, ഈ കോവിഡ് തുടങ്ങിയ ആരംഭകാലത്ത് എന്റെ വീട്ടിൽ 21 days ഫാസ്റ്റിംഗ് പ്രയർ ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്ത്, അവൻ പ്രാരംഭ പകലിൽ 21 ഫാസ്റ്റിംഗ് ഫസ്റ്റ് ദിവസം ഒരു വെളിപ്പാട് ഒരു ദൈവദാസൻ കാണുന്നു. അവൻ ദൈവദാസന്മാർ ചുറ്റിലും ഇരിക്കുന്നു, ഒരു ഡെഡ് ബോഡി കിടക്കുന്നു. അങ്ങനെ ആ കാഴ്ച കണ്ട് പ്രാർത്ഥിച്ചു. 21 days ഫാസ്റ്റിംഗ് കഴിഞ്ഞു. കൊറോണ വരുന്ന സമയത്ത് പെട്ടെന്ന് എന്റെ മാതാവിന് അവൻ ക്യാൻസർ രോഗത്താൽ ഭാരപ്പെട്ട്, ആമേൻ. സ്തോത്രം, 2 ആഴ്ച വീട്ടിൽ കിടക്കുകയും ആമേൻ പ്രത്യാശയോടെ, അതാ എന്നെ വല്ലാതെ, ആമേൻ. സ്തോത്രം, ഒന്നുകൂടെ ദൈവസേനയെ പിടിച്ചു നിർത്താൻ കാരണം, മരിക്കുന്നതിന് തൊട്ട്, ആമേൻ. സ്തോത്രം, ചില 5 മിനിറ്റോളം ദൈവസേന എഴുന്നേറ്റിരുന്ന്, ആമേൻ, ശ്വാസം കിട്ടാതെ, ബ്രീത്ത് കിട്ടാതെ വലിച്ചു കിടന്ന അമ്മ എഴുന്നേറ്റിരുന്ന് ഞങ്ങള് പറഞ്ഞുറപ്പിച്ചൊരു വാക്കുണ്ട്: കർത്താവിന്റെ വേല ശക്തമായി ചെയ്യുക, ഞാൻ പോകുന്നു, കർത്താവിനെ വിളിക്കുന്നു. ഒരു വാക്ക് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി, കർത്താവ് പ്രത്യാശയോടുകൂടെ മാതാവിനെ വിളിക്കുകയാണെന്ന്. അത് പറഞ്ഞു തീരുമ്പോൾ തന്നെ, ആമേൻ, കർത്താവ് താൻ പ്രിയം വെച്ച നാട്ടിലേക്ക് നിത്യതയ്ക്കായി കർത്താവ് വാത്സല്യ മാതാവിനെ വിളിച്ചു ചേർത്തു. ഇപ്പോൾ എനിക്കൊരു ഭാര്യയും, ആമേൻ, 8 വയസ്സായ ഒരു കുഞ്ഞും ഉണ്ട്. ഞങ്ങൾ കുടുംബമായി കർത്താവിന്റെ വേലയില് അതിശക്തമായി കർത്താവ് അയക്കുന്നിടത്തെല്ലാം കർത്താവിന്റെ വേല ശക്തമായി ചെയ്തു വരുന്നു. ആമേൻ. സ്തോത്രം. ഒരു പുതിയ വർക്കാണ് ഞാൻ എടുത്ത് ചെയ്യുന്നത്. എന്റെ വീട്ടിനകത്താണ് പ്രാർത്ഥന നടക്കുന്നത്. ഒരു 10ഓളം വിശ്വാസികൾ പുതുതായിട്ട് കടന്നു വരുന്നുണ്ട്. പുതിയ ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വരുന്ന പുതിയ കുടുംബങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ട് വരുന്നു. ആമേൻ. സ്തോത്രം. ആമേൻ. സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ വളരെ ആഗ്രഹമുണ്ട്. കർത്താവിന് വേണ്ടി എങ്ങനെയെങ്കിലും ഈ ആയുസ്, കർത്താവ് എനിക്ക് തന്ന ആയുസ് എങ്ങനെയെങ്കിലും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം എന്നുള്ള അതിയായ ഒരു ആഗ്രഹമാണ് എന്നെ വല്ലാതെ ഭരിക്കുന്നത്. സ്തോത്രം. അവൻ ഒരു വാക്ക് പറയുന്നുണ്ട്, പൗലോസ് പറയുന്നുണ്ട്, ആമേൻ. സ്തോത്രം, ഓടുന്നത്, അവൻ ഓടിയതും വൃഥാവായി തീരാതെ വണ്ണം കർത്താവിന് വേണ്ടി അധികം ഫലം കായ്ക്കാൻ. ആമേൻ. സ്തോത്രം. ആമേൻ. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിനകത്ത് ഒരു വാക്യം ഇപ്രകാരം പറയുന്നുണ്ട്. ആമേൻ. സ്തോത്രം. അവിടെ പറയുന്നു, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. സ്തോത്രം. ആമേൻ. യോഹന്നാൻ സുവിശേഷം പറയുന്നു, ആമേൻ, നാം ദൈവത്തിൽ വസിച്ചാൽ, ദൈവം നമ്മിൽ വസിച്ചാൽ നമ്മൾ അപേക്ഷിക്കുന്നത്, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തരും. ആമേൻ. ആമേൻ. ഈ കഷ്ടതയുടെ ബൈബിൾ പറയും, കഷ്ടതയുടെ തീച്ചൂളയ്ക്കകത്തുകൂടെ കടന്നുപോയി എങ്കിലും, ആമേൻ. സ്തോത്രം, വചനം ഒരു ഭാഗം ഇങ്ങനെ പറയുന്നുണ്ട്, ആമേൻ, നല്ല, ആമേൻ. സ്തോത്രം, ഉരുപ്പടി കിട്ടണമെങ്കിൽ, തട്ടാന് നല്ലൊരു ഉരുപ്പടി കിട്ടണമെങ്കിൽ ഈ ഉരുപ്പടിയെ തീക്കകത്തിടണം, അതിന്റെ കീടം മാറണം. കീടം മാറിയാൽ തട്ടാന് നല്ലൊരു ഉരുപ്പടി കിട്ടും. സ്തോത്രം. വചനം സദൃശവാക്യത്തിൽ പറയുന്ന വാക്യമാണ്. അപ്പോൾ നമ്മുടെ അകത്ത് ദൈവം ഉദ്ദേശിക്കുന്ന ദൈവിക പദ്ധതിക്കനുസരിച്ച് നമ്മെ പാകപ്പെടുത്തിയെടുക്കാൻ ദൈവം ഇന്നും നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന ശ്രോതാക്കളോട് പറയാം, അവൻ കഷ്ടത നമ്മെ മറന്നു കളയുന്ന ദൈവമല്ല, കഷ്ടതയ്ക്കകത്ത് നമ്മെ മറക്കുന്നൊരു ദൈവമല്ല. ആമേൻ. എന്റെ മാതാവ് മരിക്കുമ്പോൾ
എന്റെ പിതാവിന്റെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. ഞാൻ ഒറ്റ മകനാണ്. എന്റെ ബന്ധുക്കൾ വന്ന് പറഞ്ഞു, നീ അനാഥനാണ്. കാരണം എനിക്ക് ബന്ധുക്കൾ എന്ന് പറയാൻ വേറെ, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു വന്നതുകൊണ്ട് ചർച്ചക്കാർ പണ്ടേ എല്ലാം ബന്ധങ്ങളൊന്നും ഇല്ലാത്തൊരു അനുഭവമാണ്. ഞങ്ങൾ 3 പേര്, എന്റെ മകനും എന്റെ ഭാര്യയും, ഞങ്ങൾ 3 പേരാണ്. ആമേൻ. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത് കൊണ്ട് ആരും അങ്ങനെ സഹകരണമില്ല. പക്ഷേ അതിന്റെ എല്ലാം നടുവിൽ കർത്താവിനെ പറഞ്ഞുറപ്പിച്ചൊരു വാക്കുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. ആ ഒരു വാക്കാണ് എന്നെ വല്ലാതെ പിടിച്ച് ഇന്ന് നിർത്തിയിരിക്കുന്നത്. നമ്മുടെ കൂടെ ആരില്ലെങ്കിലും നമ്മുടെ കൂടെ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം. ഇന്ന് പകലിൽ ഈ പ്രഭാതത്തിൽ ദൈവസഭയോട്, ആമേൻ, എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് പറയാം, ആര് നമ്മുടെ കൂടെ ഇല്ലെങ്കിലും നമുക്ക് വേണ്ടി വഴിയൊരുക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകലിൽ ആര് എല്ലാവരും കൈവിട്ടു. ശാപമെന്ന്, എന്റെ ജീവിതം, എന്റെ ജനനം ശാപമെന്ന് പറഞ്ഞെടുത്ത് ഇത്രത്തോളം എന്നെ കൊണ്ടുവരാൻ, ദാവീദ് ഭക്തൻ പറഞ്ഞതുപോലെ ഇത്രത്തോളം കൊണ്ടുവരാൻ ഞാനും എന്റെ കുടുംബം എന്തുള്ളൂ. ശാപം എന്ന് പറഞ്ഞെടുത്ത് ആഭിചാരത്തിന് കഴിയാത്തത്, മന്ത്രങ്ങൾക്ക് കഴിയാത്തത്, വൈദ്യശാസ്ത്രത്തിന് കഴിയാത്തത് എന്റെ ജീവിതത്തിനകത്ത് ചെയ്തു തന്ന ഒരൊറ്റ ദൈവമേ ഉള്ളൂ. അത് നാം ആരാധിക്കുന്ന നസ്രേയനായ യേശു ക്രിസ്തുവാണ്. ഇന്ന് പകലിൽ ആ ദൈവത്തിലാണ് നാം ആശ്രയം വെക്കുന്നത്. ആ ദൈവത്തിലാണ് നമ്മൾ ആശ്രയം വെക്കേണ്ടത്. ഈ തലമുറയിൽ കർത്താവ്, ആമേൻ, നമുക്ക് തന്ന ആയുസ് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ, കർത്താവ് തന്ന ദർശന പ്രകാരം ഒരു സുവിശേഷ പ്രവർത്തനം സ്വന്തമായിട്ട് ചെയ്യണമെന്ന് ദൈവാത്മാവ് തന്നു. അങ്ങനെ ആരംഭിച്ചു. എന്റെ വീട്ടിനകത്ത് ചെറിയ ഒരു സാഹചര്യത്തിനകത്ത് ഇരുന്ന് ആരാധിക്കുമ്പോൾ ഒത്തിരി ദേവദാസന്മാര് പറഞ്ഞു, സ്തോത്രം, വേറെ സഭയ്ക്ക് വേണ്ടി ക്രമീകരിച്ചുകൂടെ? എന്നാൽ ദൈവം തന്നൊരു ദർശനമാണ്, സ്തോത്രം, ഒരു ആരാധന ഇവിടെ തുടങ്ങണമെന്ന്. അങ്ങനെ ആരാധന നടക്കുന്നു. സ്തോത്രം. ജനങ്ങൾ കടന്നു വരുന്നു. ചിലർ നിൽക്കുന്നുണ്ട്, ചിലർ വിടുതൽ പ്രാപിച്ചു പോകുന്നുണ്ട്. ആമേൻ. ഒത്തിരി സുവിശേഷ വിധവമാരായ, ഒത്തിരി പ്രിയപ്പെട്ട സാധുക്കളായ വിധവമാരായ മാതാക്കൾ കടന്നു വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ആമേൻ. ആ ഒരു പ്രാർത്ഥന ഇന്നും നമ്മുടെ സഭയ്ക്ക്, ആമേൻ, കുടുംബ ദേശങ്ങൾക്കെല്ലാം വലിയൊരു വിടുതലാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ നമ്മുടെ കൂടെ ആരുമില്ലെങ്കിലും, ഒരു സ്പോൺസറും ഇല്ലെങ്കിലും, സഹായിപ്പാൻ ആരുമില്ലെങ്കിലും, സഹായിക്കാൻ ദൈവം തന്റെ പദ്ധതി ഈ ദിവസങ്ങളിൽ വെളിപ്പെടുത്തും. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കാം, ചില ജീവിത സാഹചര്യത്തിനകത്തുകൂടെ കടന്നുപോയാലും പരിശുദ്ധാത്മാവ് നമ്മെ കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മെ പുറത്തു കൊണ്ടുവരും. സ്തോത്രം. ദാനിയേലിനെ തീക്കകത്തിട്ടു, സിംഹക്കുഴിക്കകത്തിട്ടു. 3 യഹൂദ ബാലന്മാരെ തീക്കകത്തിട്ടു. തീക്കകത്തിടാതെയും സിംഹക്കുഴിക്കകത്തിടാതെയും ദൈവത്തിന് വിടുവിക്കാൻ കഴിയും. പക്ഷെ ഇടാൻ ദൈവം അനുവദിച്ചാൽ നമ്മൾ കിടന്നേ പറ്റൂ. സ്തോത്രം. നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന കഷ്ടത, തീച്ചൂളയ്ക്ക് സമമായ ശോധനകൾ ദൈവം അനുവദിച്ചതാണെങ്കിൽ നമ്മൾ അത് അനുഭവിച്ചേ പറ്റൂ. അത് എത്ര ദിവസമാണ്, എത്ര മാസമാണെങ്കിലും നമ്മൾ അനുഭവിച്ചാൽ അതിൻ്റെ പ്രതിഫലം ഏറ്റവും മഹത്വകരമാണ്. അത് ദൈവം മറന്നതല്ല, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാഞ്ഞിട്ടല്ല. ദൈവം അനുവദിച്ചത് നമ്മുടെ ജീവിതത്തിനകത്ത് നാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മുടെ ജീവിതത്തിനകത്ത് വലിയൊരു പ്രതിസന്ധികളെ വഴിമാറ്റി ദൈവം വഴി തുറക്കാൻ വിശ്വസ്തനാണ്. ഇന്ന് പകലിൽ സ്തോത്രം, ജീവിത ശാപം എന്ന് പറഞ്ഞെടുത്ത് സ്തോത്രം, സകല പട്ടണം മുഴുവനും അവൻ ശപിക്കപ്പെട്ടവനെന്ന് പറഞ്ഞ് എന്നെ കാണുന്നവരെല്ലാം ചിരിക്കും, എന്നെ കാണുന്നവരെല്ലാം പരിഹസിക്കും. എന്ത് കിട്ടുമെന്ന് എന്നോട് ചോദിക്കുന്നത് ഇന്നും, എന്ത് കിട്ടും? പക്ഷേ സ്തോത്രം, ആഴിയെന്ന് ഓർക്കാതെ, ആഴമെന്നറിയാതെ, അലകൾക്കും ഭയപ്പെടാതെ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. എനിക്കൊരൊറ്റ സ്തോത്രം, ഒരൊറ്റ ധൈര്യമുണ്ട്, കർത്താവ് നമ്മെ കൈവിടുകയില്ല. കർത്താവ് നമ്മെ കൈവിടുകയില്ല. ആര് കൈവിട്ടാൽ ഈ ദൈവം കൈവിടുകയില്ല. വചനം പറയുന്നു, ജീവപര്യന്തം അവൻ നമ്മെ വഴി നടത്തും. ഇന്ന് പകലിൽ ആ ഒരു ഉറപ്പ് നമുക്കുണ്ട്, ആ ഒരു ധൈര്യമുണ്ട്. പത്രോസ് പറഞ്ഞു, ജീവനും ഭക്തിക്കും വേണ്ടുന്നതെല്ലാം അവൻ നമുക്ക് ദാനം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഒന്നും നോക്കിയില്ല. ഒത്തിരി ചാൻസുകൾ വന്നു, ജോലിയുടെ സാധ്യതകൾ വന്നു. പക്ഷേ അതെല്ലാം വിട്ടുകളഞ്ഞ് സുവിശേഷത്തിന് വേണ്ടി ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വം വിശ്വസ്തയോടുകൂടെ നിന്നാൽ, ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന അതാണ് വിശ്വസ്തത. സാക്ഷിയിലൂടെ ദൈവം തരുന്ന വചനവും കൂടെ
പരിശുദ്ധാത്മാവ് പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കാം, ദൈവം നമുക്ക് തരുന്നത്, ദൈവം നമ്മോട് ആഗ്രഹിക്കുന്ന വിശ്വസ്തതയാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് എന്തെല്ലാം ഉണ്ടെങ്കിലും വിശ്വസ്തയോടുകൂടെ നമ്മൾ നിന്നാൽ നമ്മുടെ വിശ്വസ്തതയ്ക്ക് ദൈവം മാർക്കിടുന്ന ദൈവമാണ്. ദൈവം പറയുന്നൊരു വാക്കുണ്ട്, സ്വതം നല്ലവനും വിശ്വസ്തനുമായ എന്റെ ദാസനെ. ദൈവം നമ്മെ ശുശ്രൂഷ വരമേൽപ്പിച്ചിരിക്കുന്നത് വിശ്വസ്തരെന്നെണ്ണിയ ദൈവം നമ്മെ ശുശ്രൂഷ വരമേൽപ്പിച്ചിരിക്കുന്നത് വിശ്വസ്തരായത് കൊണ്ടല്ല, തമ്പുരാൻ നമ്മെ വിശ്വസ്തരാക്കിയത് കൊണ്ടാ. ഇന്ന് പകലിൽ ഈ മാർഗത്ത് ദൈവം എന്നെ, എന്റെ കുടുംബത്തെ ഇത്രത്തോളം നിർത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയാം, ഒരു നാളും ദൈവം നമ്മെ കൈവിടുകയില്ല. മാതാവ് ഈ ഭൂമിയിൽ നിന്ന് പോയപ്പോൾ ഒത്തിരി എനിക്ക് ഭാരം തോന്നിയെങ്കിലും അതിന്റെ എല്ലാം നടുവില് സ്തോത്രം, ഒരു അപ്പന്റെ സ്നേഹം എനിക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ എന്റെ പല സാഹചര്യങ്ങൾക്കകത്ത് ഞാൻ ദൈവസന്നിധിയില്, എന്റെ വീട്ടിനകത്ത്, എന്റെ ബെഡ്റൂമിനകത്ത് ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടത്തെ അപ്പന്റെ എനിക്ക് സ്നേഹം കിട്ടിയില്ലെങ്കിലും സ്വർഗീയ പിതാവായ എന്റെ ദൈവത്തിന്റെ സ്നേഹം എനിക്ക് പല സാഹചര്യങ്ങളിലും എപ്പോഴും അനുഭവിപ്പാൻ എനിക്ക് ദൈവം ഇടയാക്കി തന്നിരുന്നുണ്ട്. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോ ദിവസവും വഴി നടത്താൻ ശക്തനാണ്. സഭയോടുള്ള ബന്ധത്തിൽ, ഇപ്പോഴുള്ള ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിക്കുക. ഒത്തിരി എതിർപ്പുകൾ ഉള്ള ഒരു ഏരിയ ആണ് ഞങ്ങളുടെ ഏരിയ. പക്ഷേ ചിലരൊക്കെ വരുന്നുണ്ട്, ഒരു ബിൽഡിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് സ്തോത്രമുള്ള ഒരു ബുദ്ധിമുട്ട് അറിയാമല്ലോ. അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് എങ്കിലൊരു വീട്ടിനകത്ത്, ഞങ്ങളുടെ വീട്ടിനകത്തിരുന്ന് ദൈവം തരുന്ന സാഹചര്യത്തിനകത്ത് കൂടെ വിശ്വസ്തയോടെ പെറുപെറുപ്പില്ലാതെ കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തും കൊണ്ടിരിക്കുന്നു. നമ്മുടെ സാഹചര്യങ്ങളെ ദൈവം എല്ലാ കാലവും ഇതുപോലെ ഇടുകയില്ല. നമ്മുടെ സാഹചര്യങ്ങൾക്ക് മാറ്റം തരാൻ ദൈവം വിശ്വസ്തനാണ്. ഒരിക്കൽ പൗലോസ് ദൈവസന്നിധി യെരൂശലേമിനകത്ത് തന്റെ ആയുസ്സിനെ കൊന്നുകളയാൻ, തന്റെ ആയുസ്സിന് വിരോധമായി നിൽക്കുമ്പോൾ ചില സഹോദരങ്ങൾ തനിക്ക് എതിരെ ശപഥം ചെയ്തുകൊണ്ട് തന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് യെരൂശലേമിനകത്ത് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് പൗലോസിനോട് പറയുന്നൊരു വാക്കുണ്ട്, പൗലോസേ, നീ യെരൂശലേമിൽ പ്രസംഗിച്ചതുപോലെ തന്നെ ഞാൻ റോമിലും നീ ദൈവത്തെ സ്തുതിക്കും, ദൈവത്തിന് വേണ്ടി നിൽക്കും. ഇന്ന് പകലിൽ ഇതെന്തിനാ ഓർപ്പിച്ചെന്ന് ചോദിച്ചാൽ, നമ്മുടെ സാഹചര്യം കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും അവസാനിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ സാഹചര്യത്തിനകത്ത് നമ്മൾ ഒതുങ്ങണ്ട. സാഹചര്യങ്ങൾക്ക് അതീതമായും പ്രവർത്തിക്കാൻ ഈ രാവിലെ സമയം നമ്മുടെ ദൈവത്തിന് കഴിയും. നമ്മുടെ സാഹചര്യം കണ്ട് നമ്മൾ പ്രാർത്ഥന കുറയ്ക്കണ്ട. നമ്മുടെ സാഹചര്യം കണ്ട് നമ്മുടെ വിശ്വാസം കുറയ്ക്കണ്ട. നമ്മുടെ സാഹചര്യങ്ങൾക്ക് അതീതമായും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്നത്. ആകയാൽ വാത്സല്യ ശ്രോതാക്കളോട്, വിശ്വാസ സമൂഹത്തോട്, ദൈവസഭയോട് പറയാം, ഈ ദൈവത്തെ മുറുകെ പിടിച്ചാൽ ജീവപര്യന്തം നമുക്ക് വേണ്ടുന്നതെല്ലാം തന്ന് മുറുകെ പിടിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ഇടയായാൽ കർത്താവ് നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുവാൻ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവര് പറയാം, ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. തലമുറകളെ ചൊല്ലി ഭാരപ്പെടുന്നവരുണ്ട്. തലമുറകളെ ചൊല്ലി ഭാരപ്പെട്ട് നിങ്ങൾ നിരാശപ്പെടേണ്ട, പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. തലമുറകളെ ദൈവത്തിന്റെ വഴിയെ റൂട്ട് തിരിച്ചു വരുത്താൻ എന്റെ ദൈവത്തിന് കഴിയാം. ഇതൊരു പ്രവചനാത്മാവ്, പരിശുദ്ധാത്മ പറയുന്ന ഒരു ആലോചനയാണ്. തലമുറകളെ ദൈവ കൃപയിലേക്ക് വഴിതിരിച്ചു കൊണ്ടുവരാൻ എന്റെ ദൈവത്തിന് അറിയാം. ഏദോമ്യരെ സ്തോത്ര അറിയാതെ വണ്ണം ഏദോമിൽ ഒഴുകിയ നീരൊഴുക്കുകളെ ഏദോമിൽ നിന്ന് വഴിതിരിച്ച് പ്രവാചകൻ പറഞ്ഞതുപോലെ കുഴികൾ വെട്ടിയ താഴ്വരയ്ക്കകത്ത് ആ വെള്ളത്തെ കൊണ്ടുവന്ന് നിറച്ച ദൈവമാണെങ്കിൽ ഈ പകലിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. തലമുറകളെ ഓർത്ത് കരയുന്ന ശുശ്രൂഷകളെ ഓർത്ത് കരയുന്ന മിനിസ്ട്രിയെ ഓർത്ത് കരയുന്ന പ്രിയപ്പെട്ടവരോട് പ്രവചനാത്മാവിൽ വചനത്തെ മുൻനിർത്തി പറയാം, ചില വിടുതലുകൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിനകത്ത് ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ്. 2025 ദൈവ ചില മാറ്റങ്ങളും ചില ദൈവപ്രവർത്തികളും നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം തന്ന് ഒരു നീരൊഴുക്ക് ചില റൂട്ടുകളെ ദൈവം തിരിച്ച് ദൈവം നമുക്ക് അനുകൂലതയോട് നടത്താൻ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പകലിൽ എനിക്ക് ഒത്തിരി ദൈവത്തെ സ്തുതിക്കുവാൻ വകയുണ്ട്. ഒത്തിരി എന്നെപ്പോൾ അധികം നിങ്ങൾക്ക് സ്തുതിക്കാൻ വകയുണ്ട്. ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കുക, എന്റെ ജീവിതത്തിനകത്ത് സ്തോത്ര സുവിശേഷ വേലയുടെ മധ്യേ ഒത്തിരി പ്രാവശ്യം മനസ്സ് തകർന്ന് ഹല്ലേലൂയ ഇനി സ്തോത്രം ജീവിതം മുൻപോട്ട് പോകുമോ
എന്നൊക്കെ വന്ന സാഹചര്യമുണ്ട്. എൻ്റെ സ്തോത്ര പഠനം കഴിഞ്ഞ് ആ ഉള്ള സാഹചര്യത്തിനകത്ത് ആത്മഹത്യ വരെ ചെയ്ത് അവസാനിപ്പിക്കാം എന്നുള്ള സാഹചര്യങ്ങൾ കടന്നു വന്നു. പക്ഷെ അതിന്റെ എല്ലാം നടുവിൽ ജീവനൊരു ആപത്തും വരുത്താതെ സ്തോത്ര പോയ വഴികളിലെല്ലാം കർത്താവിന്റെ കൃപ കൂടെ ഇരുന്ന് ആയുസ്സോടെ ദൈവം മടക്കി വരുത്തി. ആത്മഹത്യ ചെയ്യുവാൻ ചിന്തിച്ചെങ്കിലും ആത്മഹത്യക്കൊന്നും വിട്ടുകൊടുക്കാതെ കർത്താവ് ഇതുവരെ നിർത്തിയത് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഉള്ളവനാകെ കൊണ്ട് കർത്താവിനെ അതിനൊന്നും വിട്ടുകൊടുത്തില്ല. ഇന്ന് പകലിൽ ദൈവസഭയോട് പറയാം, ദൈവത്തിന്റെ പാദപീഠത്തിങ്കൽ ഈ നമ്മെ സമർപ്പിക്കേണ്ടവണ്ണം സമർപ്പിച്ചാൽ നമുക്ക് വേണ്ടുന്നത് ഈ രാവിലെ സമയം ഒരുക്കി തരാൻ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പകലിൽ എൻ്റെ ചെറിയ ആ ഒരു സാക്ഷ്യം അനേകർക്ക് അത്ഭുതകരമായി ഒന്നുകൂടെ ക്രിസ്തുവിങ്കലേക്ക് ആകർഷിക്കത്തക്കവണ്ണം പ്രയോജനകരമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ ജോയ്സ് TV എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പരിശുദ്ധാത്മാവിൽ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ പ്രിയപ്പെട്ടവർ ഓർപ്പിക്കാം, ക്രിസ്തു യേശു നമ്മെ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവത്തെ നാം ഒരിക്കൽ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ദൈവത്തെ നാം തള്ളിക്കളയാതെ ആ ദൈവത്തിന്റെ മാറോട് പറ്റിയിരുന്നാൽ ദൈവത്തിന്റെ കൃപ അനുഭവിപ്പാൻ ഈ ആയുസ് നമുക്കിടയായി തീരും. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? പരിശുദ്ധാത്മാവ് ഇന്നും നമ്മെ നടത്തുവാൻ വിശ്വസ്തനാണ്. അന്ന് എനിക്ക് നിറച്ച ഒരു അഭിഷേകം ഇന്നും ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് നിറച്ചുകൊണ്ടിരിക്കുകയാണ്, അളവിൽ കുറയാതെ. ആ ആത്മദാഹം, അതുകൊണ്ടാ കോരഹിന്റെ പുത്രന്മാർ പാടുന്നത്, സ്തോത്രം, മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് നിന്നോട് ചേരാൻ കാംക്ഷിക്കും. ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം നമ്മുടെ ജീവിതത്തിനകത്ത് നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു ശക്തിക്കും നമ്മെ തൊടാൻ കഴിയുകയില്ല. ഒരു അന്യായമായ ഒരു തടസ്സങ്ങൾക്കും നമ്മെ ഒതുക്കാൻ കഴിയാത്ത വണ്ണം ഒരു ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധമാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതല്ലാതെ മറ്റൊന്നുമല്ല ദൈവം നമ്മെക്കുറിച്ച്. ദൈവവും നാമുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം, ആ റിലേഷൻഷിപ്പിനകത്ത് ദൈവം നമുക്ക് വേണ്ടി വിടുവിക്കും. സ്തോത്രം. യോബ് പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ ദേഹസഹിതനായി എൻ്റെ കർത്താവിനെ കാണും. എൻ്റെ ദേഹം ഇവിടെ ക്ഷയിച്ചു പോയാലും, എൻ്റെ കണ്ണിവിടെ അടഞ്ഞു പോയാലും, ദേഹസഹിതനായി ഞാൻ എൻ്റെ കർത്താവിനെ കാണും. ആ ഒരു ഫെയ്ത്താണ്, ആ ഒരു വിശ്വാസമാണ് തൻ്റെ ജോബിന്റെ ജീവിതത്തിനകത്തുള്ള ഉറപ്പ്. അങ്ങനെയെങ്കിൽ ഉറപ്പ്, ധൈര്യവും നമ്മൾ പ്രാപിച്ച് മുൻപോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. സമയമുണ്ടോ പാസ്റ്ററെ? ആ ഒരു അനുഭവത്തിലൂടെയാണ് ദൈവം നമ്മെ നടത്തുന്നത്. സഭ ചാർജിലൂടെ ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്. ഒത്തിരി വിശ്വാസികൾ കർത്താവിനെ അറിഞ്ഞു, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടു, കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ് ഒത്തിരി പേര് കടന്നു വന്നു. പക്ഷേ ദൈവഹിതമുള്ളവരെ ദൈവ കൂടെ നിർത്തി. അല്ലാത്തതിനെല്ലാം സ്വതന്ത്ര പല വഴികളായി പോയി. പക്ഷെ അവിടെ ഒന്നും തളർന്നു പോയില്ല. കർത്താവ് തന്ന ദർശനം, കർത്താവ് തന്ന വെളിപ്പാട്, അതനുസരിച്ച് തുടർന്നും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ സ്തോത്രം. ഒത്തിരി പ്രശ്നങ്ങൾ, ഒത്തിരി കഷ്ടതകൾ, ഒത്തിരി വേദനകൾ. ഒരു കത്തി എടുത്ത് കുത്തിയാൽ പക്ഷെ ആ മുറിവ് ഉണങ്ങുമായിരിക്കാം. പക്ഷെ ഓരോ വാക്കുകൾ അതിനേക്കാൾ അധികം വേദനയാണ്. പക്ഷെ ആ വേദനയുടെ നടുവിലെല്ലാം ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ ഉത്തമമായ ധൈര്യം. ഇന്ന് പകലിൽ ആ ഒരു ഉറപ്പാണ് ദൈവസഭയാകുന്നത് നമുക്ക് വേണ്ടത്. ഇന്ന് പകലിൽ ആ ഒരു വിശ്വാസത്തിന്റെ ഉറപ്പും ധൈര്യവും നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ ഒരു പ്രധാനമായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിനകത്ത് സ്വത്രം ഒത്തിരിയൊക്കെ പറയാനുണ്ട്. അത് നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ അനുഗ്രഹം തന്നെയാണ്. പ്രാർത്ഥിക്കുവാൻ വീട്ടിനകത്ത് ഇരിക്കുമ്പോൾ ഒരു വിശ്വാസികളുമില്ല. ചില ഞായറാഴ്ചകളില് ഞാനും കുടുംബവും ഒരു മാധവും മാത്രം കാണും. ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് ഞായറാഴ്ച കഴിഞ്ഞ് വരുമ്പോ കുഞ്ഞ് പല ആവശ്യങ്ങൾ പറയും. അപ്പൊ അന്നേരം എന്റെ മനസ്സിനകത്ത് നിറകണ്ണുകളോടെ ദൈവസന്നിധിയിൽ മാറി ഇന്ന് വീട്ടിനകത്ത് ഇന്ന് പ്രാർത്ഥിക്കും. ദൈവം വേറെ വഴിയായി നമുക്ക് വേണ്ടത് ഞങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം തമ്പുരാൻ തരും. കഷ്ടതയാണോ,
പട്ടിണിയാണോ, ഒത്തിരി ജീവിതത്തിന് ഈ കാലഘട്ടത്തിനകത്തും അത് അനുഭവിക്കുവാനൊക്കെ ദൈവം എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. ആ അനുഭവത്തിനകത്തുകൂടെ കടന്നുപോയെങ്കിലും ഈ ദൈവത്തെ വിട്ടുകളയാതെ പിൻപറ്റുവാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. സഭ വ്യത്യാസമില്ലാതെ അനേക ദൈവിക പദ്ധതികൾ, ദൈവിക നടത്തിപ്പുകൾ അനുഭവിക്കാൻ ഇടയായിട്ടുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആമേൻ, സ്തോത്രം, ചില വിടുതലുകൾ ദൈവം അനുഭവിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. ഇന്ന് പകലിൽ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ദൈവസന്നിധിയിൽ നാം മുട്ടുമടക്കുകയാണെങ്കിൽ, നമ്മുടെ വിഷയങ്ങൾക്കകത്ത് ഇന്ന് രാവിലെയും ചില മറുപടികൾ ദൈവം ഉദിപ്പിച്ചു തരാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ഈ ദിവസങ്ങളിൽ നമ്മുടെ കണ്ണുനീരുകൾക്കും നമ്മുടെ വേദനകൾക്കും മറുപടിയും പ്രതിഫലവും തരാൻ ഈ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പകലിൽ എന്റെ സാക്ഷ്യം അനേകർക്ക് അനുഭവമായി ദൈവത്തിലേക്ക് മടങ്ങി വരത്തക്കവണ്ണം, ഒന്ന് ഉറക്കത്തക്കവണ്ണം അനേകർക്ക് ഒരു ബലമായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവ് ഈ തലമുറയിൽ ഞങ്ങളെ ഉപയോഗിക്കണമേ. ഒരു യോഗ്യതയില്ല, ഈ പുസ്തകം എടുപ്പാൻ ഒരു യോഗ്യതയുമില്ല. എന്റെ വീട്ടിനകത്ത് സുവിശേഷ വേലക്കാര് എനിക്ക് മുൻപോ പിൻപോ ഇല്ല. പക്ഷെ ഈ എന്റെ കുടുംബത്തിനകത്ത് ഈ പുസ്തകം എടുത്തുകൊണ്ട് കർത്താവിനെ സേവിക്കാൻ ഈ തലമുറയിൽ ദൈവം തന്ന മഹാഭാഗ്യത്തിനായിട്ട് ഞാൻ ഒരിക്കൽ കൂടെ ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രിയരെ, ആമേൻ, സ്തോത്രം. ഒരിക്കലായി ലഭിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടുവാൻ കർത്താവ് നമ്മെല്ലാവരെയും ഒരുക്കട്ടെ. ബലപ്പെടുക, ധൈര്യപ്പെടുക. നമ്മുടെ ഏത് കഷ്ടതയിലൂടെ നമ്മെ ദൈവം കടത്തിവിട്ടാലും ദൈവം നമ്മെ തള്ളുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഈ ദൈവത്തോട് പറ്റി നിന്ന് ദൈവിക മഹത്വം കാണാൻ, ദൈവത്തിന്റെ വിടുതൽ അനുഭവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് പകലിൽ എന്നെ ഉറപ്പിച്ച വാക്കാണ്, ദിനംതോറും എന്നെ ഉറപ്പിക്കുന്ന ഒരു വാക്കാണ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അതെന്താണ്, ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ വിഷയങ്ങൾക്കകത്ത് ഒരു ദൈവ മഹത്വം ഈ ദിവസങ്ങൾ വെളിപ്പെടാൻ പോവുകയാണ്. ആ ഒരു വിടുതൽ അനുഭവിപ്പാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് എനിക്കിങ്ങനെ ഒരു അവസരം തന്ന കർത്തദാസനോടും പ്രിയ കർത്തദാസിയോടും ഈ ജോയ്സ് TV എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിനോടുള്ള പ്രിയപ്പെട്ടവരുള്ള നന്ദിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്നു. ഈ ദൈവം നല്ല ദൈവം. ആമേൻ. മാറാനാഥ, യേശു വരാറായി. നമുക്ക് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാം. അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാൻ ദൈവം നമുക്ക് തന്ന താലന്തുകളെ ഉപയോഗപ്പെടുത്താം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. God bless you. Amen. Amen. Praise the Lord. Hallelujah.